നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കോപ്പ അമേരിക്കയിലായിരുന്നു FC ബാഴ്സലോണയുടെ ഉറുഗ്വൻ സൂപ്പർ താരമായ റൊണാൾഡോ അരോഹോക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ഇനി താരം കുറച്ചു കാലം പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ FC ബാഴ്സലോണ വരുന്ന പുതിയ സീസണിന് ഈ ഒരു താരത്തെ രജിസ്റ്റർ ചെയ്തിരുന്നില്ല. വരുന്ന ജനുവരി മാസത്തിൽ അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ള ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ FC ബാഴ്സലോണ സ്വീകരിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഈ ഡിഫൻഡർക്ക് വലിയ എതിർപ്പ് ക്ലബിനോടുണ്ട്. തന്നിൽ വിശ്വാസം അർപ്പിക്കാൻ ബാഴ്സലോണ തയ്യാറാകുന്നില്ല എന്നാണ് അരോഹോ ഇപ്പോൾ കരുതുന്നത്. മാത്രമല്ല പല കാര്യങ്ങളിലും അരോഹോക്കും അതുപോലെ തന്നെ FC ബാഴ്സലോണക്കും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. PSG-ക്കെതിരെയുള്ള യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ അരോഹോ റെഡ് കാർഡ് കണ്ട് പുറത്തു പോയിരുന്നു. അതിനുശേഷം വേണ്ടത്ര ഒരു പിന്തുണ ക്ലബിൽ നിന്നും തനിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് അരോഹോ ഇപ്പോൾ വിശ്വസിക്കുന്നത്. മാത്രമല്ല ഗുണ്ടോഗൻ അദ്ദേഹത്തെ പരസ്യമായി വിമർശിച്ചതും അരോഹോക്ക് പിടിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. കഴിഞ്ഞ ജനുവരിയിൽ തന്നെ ഈ താരത്തിന്റെ കോൺട്രാക്ട് പുതുക്കാൻ വേണ്ടിയുള്ള ഒരു ഓഫർ ബാഴ്സലോണ ഡിഫൻഡർക്ക് നൽകിയിരുന്നു. പക്ഷെ അത് അദ്ദേഹം തള്ളിക്കളയുകയായിരുന്നു. അതായത് താൻ അർഹിക്കുന്ന രൂപത്തിലുള്ള ഒരു ഓഫർ അല്ല ബാഴ്സ നൽകിയത് എന്നാണ് അരോഹോ ഇപ്പോൾ വിശ്വസിക്കുന്നത്. ഇങ്ങനെ പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് ക്ലബിനോട് എതിർപ്പുണ്ട്. പ്രത്യേകിച്ച് തന്നെ രജിസ്റ്റർ ചെയ്യാത്ത കാര്യത്തിലാണ് പുതുതായി അദ്ദേഹത്തിന് ക്ലബിനോട് ദേഷ്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ റൊണാൾഡോ അരോഹോ ബാഴ്സ വിടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. പല സ്പാനിഷ് മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ബയേൺ മ്യൂണിക്ക് എന്നിവരൊക്കെ ഈ ഒരു ഡിഫൻഡറിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു, ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റത്. ഇതോടുകൂടി ഈ ചർച്ചകൾ എല്ലാം നിലച്ചിട്ടുണ്ട് എന്നതാണ്. ഈ പരിക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ബാഴ്സ വിടുക എന്നത് അരോഹയെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. പരിക്ക് അവിടെ തടസ്സമായി നിലകൊള്ളുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ക്ലബ്ബ് വിടാനുള്ള ഒരു ശ്രമം താരത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായേക്കും എന്നാണ് ഡയാരിയോ AS ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.